Namaste. Greetings to all. And BPIE 144, Social Policies and Administration. We are going to take Unit 6 today. ആറാമത്തെ യൂണിറ്റ്. ഓക്കെ, ആറാമത്തെ യൂണിറ്റ് ആണ് എടുക്കുന്നത്. BPIE 144, Unit 6. ഇത് ഹെൽത്തിനെ പറ്റിയിട്ടാണ്. ഹെൽത്ത്. See, before I talk, just imagine after coronavirus disease, physical health of our people, physical health, mental health, അതേമാതിരി ചില സമയത്ത് വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ ക്ലാസ്, കൊച്ചുകുട്ടികൾക്ക് ക്ലാസ്സുകൾ, ചിലപ്പോൾ കമ്പ്യൂട്ടറിന് നെറ്റ്വർക്ക് ഇല്ല, ഒരു പടി മെൻ്റൽ ടെൻഷൻ, മറ്റ് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതേമാതിരി ചില സമയത്ത് ചില റൂറൽ ഏരിയയിലെ സ്കൂൾ കുട്ടികൾക്ക് നെറ്റ്വർക്കിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല, പിന്നെ വീട്ടിലിരുന്നിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇതിന് പുറമെ സോഷ്യൽ ഡിസ്റ്റൻസ്, നമ്മളെ ഇപ്പം ഹെൽത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ആ കൊറോണ ടൈമിൽ സോഷ്യൽ ഡിസ്റ്റൻസ്. അപ്പം എന്താണ് പറ്റുന്നത് വെച്ചാൽ വളരെ പ്രശ്നം നേരിട്ടതായിരുന്നു. എത്രയോ ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തന്നെ, അയാളെ കൊറോണ ബാധിച്ച് ഹൈദരാബാദിൽ, he was in the hospital and he remained in the hospital 40-45 days. Remember, in between, he was not knowing, he was in ICU. His father died, wife died, mother died, saying corona. And he was not knowing this. Nobody informed him because already he is in the ICU. So after just getting some relief or something like that, when he went back to his house was empty. That means nobody was there. See the mental tension. He lost father, mother, wife, all these things. Okay, so this has happened to many persons. So social distancing. Now mother will be in the hospital and small kids will be in the house. So what type of mother will not have any peace of mind. What will happen to my son or daughter or something at home, like that always, whether they are taking food or something like that. Okay, then anxious about their അതേ കുട്ടികളെ സംബന്ധിച്ച് അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നെങ്കിൽ കുട്ടികളുടെ ആരാ നോക്കുക? കാരണം ന്യൂക്ലിയർ ഫാമിലിയാണല്ലോ ഇപ്പോൾ. അമ്മയച്ഛനും വേണ്ടവരുടെ അമ്മയച്ഛനും വളരെ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഈ കുട്ടികളെ ആരും നോക്കുക, അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ. അപ്പൊ എന്ത് ചെയ്യും? രണ്ട് കുട്ടികൾ, അല്ലെങ്കിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരായിക്കോട്ടെ, അവര് ആര് നോക്കും? സോ anxious about their children. So here Unit 6, health, right to health. Recently, in many states like Rajasthan, അവരെല്ലാം ഒരു ഹെൽത്ത്, ഒരു ജനങ്ങളുടെ റൈറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അവരാണ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഫ്രീ ട്രീറ്റ്മെന്റ്, മെഡിക്കൽ ട്രീറ്റ്മെന്റ്, വേർ എവർ യു ഗോ, നോ നീഡ് ടു പേ. അങ്ങനെ ഹെൽത്ത് സ്കീം എല്ലാം രാജസ്ഥാൻ ഗവൺമെന്റ് കണ്ടു റീസെന്റ് ആയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ്. അങ്ങനെ ഈ നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നാ പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് കണ്ടിന്യൂസ് പ്രോഗ്രസ്, അത് എന്നും നിലനിൽക്കുന്ന ഡെവലപ്മെന്റ്. അതാണ് SDG, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ. ഓക്കെ, ദെൻ ടാർഗറ്റ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അത് വരുന്നുണ്ട്. ഇന്ത്യൻ കോണ്ടാക്ട് നാഷണൽ ഹെൽത്ത് പോളിസി 2017 ഇന്ത്യയിലെ നാഷണൽ ഹെൽത്ത് പോളിസി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യസ് ഹെൽത്ത് ഇനീഷ്യേറ്റീവ്സ്, സെലക്ട് എക്സാമ്പിൾസ്, നാഷണൽ ന്യൂട്രീഷൻ, പല ഇതിലും ന്യൂട്രീഷന്റെ പ്രശ്നം കൊണ്ട് പല സംഭവങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിലെ ദ മെയിൻ പർപ്പസ് ഈസ് ടു എസ്റ്റാബ്ലിഷ് ലിങ്ക് ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് ഹെൽത്ത് റൈറ്റ്സ്. ആരോഗ്യത്തും അവകാശമാണ് എന്ന്. പിന്നെ സ്പെൽ ഔട്ട് ദ ടാർഗറ്റ്സ് ഓഫ് SDG 3 അത് വരുന്നുണ്ട്. ആൻഡ് ഡിസ്ക്രൈബ് ഇന്ത്യൻ അപ്പൊ ഇന്ത്യയിൽ നിലനിൽക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, സോ SDG പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, TB പറഞ്ഞ ട്യൂബർകുലോസിസ്, ക്ഷയം, ആൻഡ് NBA ഇതൊക്കെ വരുന്നതാണ്. NBA പറഞ്ഞ നശ, അതായത് ഡ്രഗ്,
നശാ മുക്ത് ഭാരത അഭിയാൻ. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഈ ഇതൊക്കെ ഡ്രഗ് മറ്റതൊക്കെ ഇറാഡിക്കേഷൻ, അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്കീമാണത്. അത് പ്രൈം മിനിസ്റ്റർ അല്ല പലരും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത പല സ്റ്റേറ്റ് ഗവൺമെന്റും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രൊഡക്ഷൻ ടു ലീഡ് എ ഹെൽത്തി ലൈഫ്, അതാണല്ലോ ഏറ്റവും പരമപ്രധാനം. നമുക്ക് വെൽത്ത് ഉണ്ടായിട്ട് എന്താ കാര്യം? അനുഭവിക്കാനുള്ള ഇതുകൊണ്ടേ. നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല എന്നുള്ള സന്ദർഭം വരുമല്ലോ. ഹെൽത്ത് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ് എൽസ്. സോ ഹെൽത്തി ലൈഫ് മീൻസ് ടു മേക്ക് എ ലൈഫ് സ്റ്റൈൽ. ചിലവർ എത്രയോ ധനികരുണ്ട്, ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാത്തവരുണ്ട്, അവർക്ക് കഴിക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ. മനസ്സിലല്ലോ, ഒന്നുമില്ലെങ്കിൽ ഹെൽത്ത് അങ്ങനെ ഇരിക്കും. അപ്പോൾ എന്തുണ്ടായിട്ട് എന്താ കാര്യം? പക്ഷെ അത് അനുഭവിക്കാനുള്ള യോഗം വേണ്ടേ ചില സമയത്ത്. സോ ടു ലീഡ് എ ഹെൽത്തി ലൈഫ് മീൻസ് ടു മേക്ക് എ ലൈഫ് സ്റ്റൈൽ ചോയ്സസ്. ലൈഫ് സ്റ്റൈൽ ചോയ്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ലൈഫ് സ്റ്റൈൽ അതില്ല അർത്ഥം. ഇപ്പോൾ കോടീശ്വരന്മാരുണ്ട്, ചിലർക്ക് 140 കാറ്. ഇപ്പം ഇന്നലെ കണ്ടു ഞാൻ ചിലതിൽ. നമ്മുടെ എന്താ പറയണ്ട, യൂസുഫ് അലി, അതേമാതിരി ചില കിങ്ങുമാര്, സൗദി അറേബ്യ, UAE, അതേമാതിരി ക്വീൻ, അവരുടെയൊക്കെ കാറ് കോടി 50 കോടി 60 കോടിക്കാണ് ഓരോ കാറുകളുടെ വില. സ്വർണം പൂശിയ മറ്റുള്ള കാറുകൾ, അങ്ങനെ എത്രയോ കാറുകൾ. യൂസുഫ് അലിയും കണ്ട് എത്രയോ കാറുകൾ. അപ്പം ലൈഫ് സ്റ്റൈൽ ഓക്കെ, പക്ഷെ അവരൊക്കെ സിമ്പിളായിട്ടാണ് ജീവിക്കുന്നത്, അത് ഓർക്കണേ കേട്ടോ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും 2 ചപ്പാത്തിയോ അല്ലെങ്കിൽ ഇത്ര റൈസല്ലോ ഉണ്ടെങ്കിലും ഇത് എന്ത് കഴിക്കുന്നത്? എന്താ കഴിക്കണേ? കൂടുതൽ എന്താ കഴിക്കുന്നത്? കഴിച്ചാൽ അതിനുള്ള അസുഖങ്ങൾ വേറെയും വരും ഇല്ലേ? അപ്പൊ ലൈഫ് സ്റ്റൈൽ, ഇവിടെ ലൈഫ് സ്റ്റൈൽ പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഉറക്കം വേണം, പീസ്ഫുൾ മെന്റൽ ഇത് വേണം. അല്ലാണ്ട് നിങ്ങൾക്ക് പൈസ പറഞ്ഞാൽ ഓടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേമാതിരി നമുക്ക് മെന്റൽ ടെൻഷൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ജീവിക്കാൻ ഉള്ള സൗകര്യങ്ങളോടുകൂടി നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നർത്ഥം. അതന്നെ കോംപ്ലിമെന്റ് ഫിസിക്കൽ ആൻഡ് മെന്റൽ, ശാരീരികമായും മാനസികമായും നിങ്ങളെ നന്നായിരിക്കണം. സൗണ്ട് ഹെൽത്ത് വേണം. ഇൻഫാക്ട് മാനേജിങ് വൺ ഫിസിക്കൽ ഹെൽത്ത് ഇറ്റ്സെൽഫ് ഈസ് എ ചാലഞ്ച്. ഫിസിക്കൽ ഹെൽത്ത്, ഹലോ ഇവിടെ ഞാൻ കാര്യം പറയട്ടെ, ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ചാലഞ്ചിങ് ആണ്. എന്താ ഫിസിക്കൽ ഹെൽത്ത്? ടുഡേ മോർണിംഗ് when I was coming for this class, I got just in the WhatsApp one message. My colleague who was working together, in central government, and many years ago, decades ago, we were working together, and he died today, and his wife also died. And remember, why I'm going to tell this? All are yoga masters, acharyas. Even when I was there, even 30 years back, 35 years back also, he was doing yoga and he was teaching others actually. Wife also was doing yoga. Due to heart attack, wife has become paralyzed and the other gentleman today died. Okay, so anything can happen. Yesterday, I had an opportunity to meet somebody. He was telling, who are you? I asked. Today I am okay. About tomorrow, you ask me about tomorrow only. Today I just asked, how are you? Then he told, today I am okay, sir. Tomorrow, definitely you have to ask tomorrow, sir. What is the meaning of that? Life has become unpredictable sometimes. It is not in our hand. The physical health, അതിനർത്ഥം ഇത് മോശമായിട്ടോ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഇത് ശ്രദ്ധിക്കുക, physical health. I am telling you, one superstar of Kannada, when he was gymnasium and doing exercise and other thing, at that time due to heart attack he died. He was only 40, 42, 45 or something like that. He was superstar, power star of Karnataka. So physical health എന്ന് വെച്ചാൽ വെറും യോഗ അല്ലെങ്കിൽ വേറെ ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. ഈവൻ ഇതൊക്കെ ചില സമയത്ത് നമ്മുടെ കയ്യിലല്ല എന്ന് പറയാം. നമ്മൾ എന്ത് ചെയ്തിട്ടാലും ശരി, പിന്നെ ചിലപ്പോ വരേണ്ടത് വരും. അതാണ് ഞാൻ പറയുന്നത്. ചെയ്യണ്ടെന്നല്ല പറഞ്ഞത് കേട്ടോ. ഡു ഇറ്റ്, ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ ഹെൽത്ത്. ബട്ട് സംടൈംസ് ഈവൻ ഇഫ് യു ഡു ദാറ്റ്, ഇറ്റ് ഈസ് ഹാപ്പനിങ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈവൻ ജിംനേഷ്യത്തിൽ വെച്ചിട്ടാണ് ആ സൂപ്പർ സ്റ്റാർ മരിച്ചത്, കർണാടക പവർ സ്റ്റാർ. And he's a very dynamic person actually. This is now 2-3 example I gave. Yogacharya, my colleague, he died.
സോ ഇങ്ങനെ അൺസർട്ടനിറ്റി ഈസ് ദർ ആൾവേസ്, ചാലഞ്ചിങ്. സോ ഫിസിക്കൽ ഹെൽത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ പ്രോപ്പറായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. വളരെ ശ്രദ്ധാപൂർവം സ്മോക്കിങ്ങോ ഡ്രഗോ ഒരിക്കലും പാടില്ല. പിന്നെ ചിലവരുണ്ട് മദ്യപാനം. അയ്യോ എനിക്ക് വലിയ ടെൻഷനാണ്, ഞാൻ ആ ടെൻഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മദ്യപാനം. എന്താ ഇതിൻ്റെ അർത്ഥം? പിന്നെ എന്താ പറ്റുന്ന അറിയോ? യുനോ ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ ദ നെയിം ഓഫ് ദ പേഴ്സൺ. യങ് ഏജ് കരൾ രോഗം മറ്റേതായിട്ട് ആളുകൾ മരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് പറഞ്ഞത്? മിന്നാന്ന് ഒരു വീണ വിദ്വാനാണ് എൻ്റെ വീടിൻ്റെ അടുത്ത്, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ. പെട്ടെന്നാണ് ആള് ക്ലോസ് ആയത്, മരിച്ചു. ഓക്കെ, വെരി നിയർ ടു മൈ ഹൗസ്. ഈസ് ഹാവിങ് 2 സിംഗേഴ്സ്. ആൾറെഡി നമ്മുടെ ടി വിയിലെല്ലാം വരുന്ന കുട്ടികളാണ്, പെൺകുട്ടികൾ. ഐ നോ ദം വെരി വെൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ നമ്മളെ സൂക്ഷിച്ച് ഈ ബോഡി ഉണ്ടല്ലോ, ദൈവം തന്ന ബോഡി, അത് പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഭക്ഷണം അതിനനുസരിച്ച് അതിൻ്റെ ക്രമീകരിച്ച് ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ ഭക്ഷണം കഴിച്ച്, അതേമാതിരി നമ്മൾ കിട്ടിയത് മുഴുവൻ നമ്മൾ വാരി വലിച്ച് തിന്ന ചില സമയത്ത് അത് ഡൈജസ്റ്റ് ചെയ്യില്ല, വേറെ ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇത് വരും. പിന്നെ ഇപ്പം എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, one more thing which I want to tell you, a state like Kerala, ഏറ്റവും കൂടുതൽ ക്യാൻസർ, ഓക്കെ, ബ്രസ്റ്റ് ക്യാൻസർ, അതേ പ്രകാരം ഹാർട്ട് അറ്റാക്ക്. അതേമാതിരി എന്തുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക്? ടെൻഷൻ. അതേമാതിരി ലൈഫ് സ്റ്റൈൽ. ഇതൊക്കെ പല പല അസുഖങ്ങളും നമ്മുടെ ഇവിടെ മാത്രമല്ല പലയിടത്തും വന്നു ചേരുന്നു. അപ്പോൾ ശ്രദ്ധാപൂർവം നമ്മൾ വി ഷുഡ് നോട്ട് ഒരു ബാഡ് ഹാബിറ്റ്, സ്മോക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ടെൻഷനാണ്, വർക്ക് ലോഡാണ് പറഞ്ഞിട്ട് മദ്യപാനം ആയിക്കോട്ടെ, പാടില്ല. കാരണം പിന്നെ അത് പിന്നെ നിർത്താൻ പറ്റില്ല ചില സമയത്ത്. അത് പിന്നെ നിങ്ങൾ അത് ഒരു ഇതായി അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. കാരണം അതെല്ലാം ഡേഞ്ചറസ് ആണ് ശരീരത്തിന്. ഇന്നല്ല അല്ലെങ്കിൽ നാളെ. ഇപ്പോൾ സ്മോക്കിംഗ് ആയിക്കോട്ടെ, 5 മിനിറ്റ് ഒരു സിഗരറ്റ് വലിച്ചാൽ 5 മിനിറ്റ് നിങ്ങളുടെ ലൈഫിന് പോയി എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ സിഗരറ്റ് വലിക്കുന്നവർ ഇപ്പോഴും ജീവിച്ചിരിക്കണമെന്നില്ല. അതൊക്കെ ജീവിക്കും ചില സമയത്ത്, പക്ഷെ അവരുടെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ അതനുസരിച്ചിട്ടായിരിക്കും ചില സമയത്ത്. നോക്കിയുള്ളൂ. അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് ഇൻവോൾവ്സ് കോപ്പിംഗ് അപ്പ് വിത്ത് മോർ കെയർ ആൻഡ് കോഷൻ. പറഞ്ഞു മെന്റൽ ഹെൽത്ത്. പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടായാലും മെന്റൽ ഹെൽത്ത് നോക്കൂ. ആവശ്യമില്ലാതെ ചിന്ത, അത് നമ്മളെ കാരണം അങ്ങനെയാവോ ഇങ്ങനെയാവോ ഇങ്ങനെ ഇത് അങ്ങനെയുള്ള ഇത് വേണ്ട. മാനസികമായിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ പോയാലും ശരി, ഓഫീസിൽ നിന്ന് വീട്ടിൽ പോയാലും ശരി, ഹാവ് ഗുഡ് കമ്പനി വിത്ത് ചിൽഡ്രൻ ഓർ വൈഫ് ഓർ ഹസ്ബൻഡ് ഓർ വാട്ട് എവർ ഇത്, ആൻഡ് ഫ്രീ ആയിട്ട് മൈൻഡ് വളരെ ക്ലിയർ ആയിട്ട്. എന്താ കാരണം അറിയോ? ഓഫീസിലും ടെൻഷൻ, വീട്ടിൽ പോയാലും ടെൻഷൻ, കുട്ടികൾക്ക് എന്തെങ്കിലും അപ്പം ടെൻഷൻ, ഇങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ ടെൻഷൻ ഉണ്ടാവും നമ്മുടെ തലയ്ക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പറയുന്ന ഒരു കാര്യം, ഞാൻ പറഞ്ഞ എൻ്റെ കാര്യം ഞാൻ പറയാം. ഉദാഹരണം, ഈ മെന്റൽ ഹെൽത്ത് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഞാൻ പറയട്ടെ ഒരു ചെറിയൊരു കാര്യം. ഞാനിത് നിങ്ങളോട് പറഞ്ഞാലും ശരി, ഇത് മെന്റലായിട്ട് ചില സമയം, മെന്റൽ പറഞ്ഞ മാനസിക രോഗമല്ല ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ മസ്തിഷ്ക, നമ്മുടെ ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അർത്ഥം കേട്ടോ. അല്ലാണ്ട് മാനസിക രോഗം അല്ലത് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. എനിക്ക് in 1972 when I was in Bombay, I met with an accident. അതായത് 2ാമത്തെ നിലയിൽ നിന്ന് കാല് സ്ലിപ്പ് ചെയ്തിട്ട് ഇവിടെ വീണു, 2ാമത്തെ നിലയിൽ നിന്ന്. ആൻഡ് ഐ വാസ് ഗോയിങ് ടു അറ്റൻഡ് വൺ യേശുദാസ് മ്യൂസിക് പ്രോഗ്രാം ഇൻ ബോംബെ. I was Kerala Samajam secretary or something like that. I was having free ticket and other thing. So എന്തോ 2ാമത്തെ നിലയിൽ ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്ത് വരുന്ന സമയത്ത് കാല് സ്ലിപ്പ് ചെയ്ത്. എനിവേ, so I was admitted. I became unconscious and I was in the hospital for അത് 72 വർത്താനം പറഞ്ഞ 1972. അന്ന് ഒരു വിധത്തിലുള്ള മെഡിക്കൽ സയൻസ് ഇമ്പ്രൂവ് ചെയ്തില്ല, ഒരു എക്യുപ്മെന്റ് ഇല്ല, എക്സ്റേ ഇല്ല, യാതൊന്നുമില്ല, MRI ഇല്ല, യാതൊരു സാധനവും ഇല്ലാത്ത സമയത്താണ് എൻ്റെ ഈ അസുഖം. അപ്പോൾ എനിവേ പോട്ടെ, 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന അവസാനം ഒരു ഓപ്പറേറ്റ് ചെയ്യണം പറഞ്ഞു. ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, ഇയാൾക്ക് 2% ജീവിക്കാൻ, അല്ലെങ്കിൽ ഇയാൾ ഭ്രാന്തനാവും, അല്ലെങ്കിൽ മരിക്കും. ഒന്നല്ലെങ്കിൽ മരിക്കും, അതല്ലെങ്കിൽ കോമ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് വേറെ എന്തെങ്കിലും ആവും എന്ന് പറഞ്ഞു. 2% സർവൈവൽ ചാൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു.
ഇത് 72 സംഭവമാണ് ഇപ്പോഴും നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ തോന്നിരിക്കണം. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു. എനിവേ ദ ഓപ്പറേഷൻ വാസ് സക്സസ്ഫുൾ. 2% ചാൻസ്. So operation was successful because it was done by one of the best neurosurgeons in whole Asia. 3 ഏറ്റവും വലിയ സൂപ്പർ ആയിട്ടുള്ള 3 ആളിൽ ഒരാളായിരുന്നു അയാള് ദൈവസഹായം കൊണ്ട് അയാളാണ് എന്നെ ഓപ്പറേറ്റ് ചെയ്തത്. എനിവേ അയാൾ പറഞ്ഞു 5 രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 5 മണിക്ക് ഓർമ്മ, അതായത് കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അൺകോൺഷ്യസ് അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഇതാണ്. എനിവേ എനിക്കിതൊന്നും അറിയില്ല, ഇങ്ങനെയൊക്കെ ഈ ഡോക്ടർ പറഞ്ഞതൊന്നും എനിക്കറിയില്ല, പിന്നീടാണ് ആളുകൾ ഇതൊക്കെ പറഞ്ഞത്. അപ്പൊ അതൊക്കെ പോട്ടെ, അതിങ്ങനെ കിടന്നു, അതെല്ലാം കഴിഞ്ഞു, അതെല്ലാം ടോക്കിംഗ് 14 സ്റ്റിച്ചിങ് ബ്രെയിനിന്റെ ട്യൂമർ അവർ സസ്പെക്ട് ചെയ്ത്. അപ്പോൾ അത് 60 ദിവസം കഴിഞ്ഞിട്ട് ഡയഗ്നൈസ് ചെയ്ത്. അന്ന് ഇത്ര പവർഫുൾ ആയിട്ടുള്ള മെഡിക്കൽ സയൻസ് ഒന്നും വികസിച്ചില്ല. അപ്പൊ എന്ത് പറയണോ, ഇത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ 3 കാര്യം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ, യു ഷുഡ് നോട്ട് വർക്ക് ത്രൂ ഔട്ട്. ആ സമയത്ത് എത്ര അറിയാം, 22 വയസ്സ് 23 വയസ്സാണ് എനിക്ക്, അല്ലെങ്കിൽ മാക്സിമം 20. എന്നോട് പറയാണ് ജീവിതത്തിൽ ഒരിക്കലും ജോലി ചെയ്യരുത്. 1, കാരണം ഈ നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ. 2, വെയിറ്റ് എടുക്കരുത്. ഓക്കെ, അതായത് പഠിക്കരുത്, കാരണം കോൺസെൻട്രേഷൻ പാടില്ല, നെർവസ് സിസ്റ്റം അഫക്റ്റ് ചെയ്യും. പഠിക്കരുത്, ഇനിയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, പഠിക്കരുത്, കാരണം ബുക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അത് വലിയ ടെൻഷനായിട്ട് പരിണമിക്കും. പിന്നെ ഏറ്റവും തമാശയായിട്ടുള്ള അടുത്തതാണ്, ജീവിതത്തിലെ പിന്നെ ഒരു ടെൻഷൻ എടുക്കരുത് പറഞ്ഞു. ഈ പറഞ്ഞ ഈ 3-4 കാര്യങ്ങൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പറഞ്ഞതാണ് കേട്ടോ ആ സർജൻ. അതായത് ജോലി ചെയ്യരുത്, എനിക്ക് 25 വയസ്സ്, 24-25 വയസ്സ്, ജോലി ചെയ്യരുതല്ല ജീവിതത്തിൽ, കാരണം മതി, വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുക. 2, ഒരു വിധത്തിൽ പഠനം യാതൊന്നും വേണ്ട, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല, കാരണം അത് വെയിറ്റ് എടുക്കരുത്. ഏറ്റവും രസകരമായത് അടുത്ത്, പിന്നെ ഒരു വിധത്തിലുള്ള ടെൻഷൻ എടുക്കരുത് എന്ന് ജീവിതത്തിൽ. അപ്പൊ അത് അഫക്റ്റ് ചെയ്യും, തലയ്ക്ക് അഫക്റ്റ് ചെയ്യും, തലവേദന ഉണ്ടാവുന്നു. കേട്ടോളൂ രസം. എല്ലാം ഒബേ ചെയ്തു. ജോലി ചെയ്യരുത് പറഞ്ഞിട്ട് 25-ാം വയസ്സിൽ ഇന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മെഡിക്കൽ അഡ്വൈസ് നിഗനിച്ചായിട്ട് 25 വയസ്സിൽ ജോലി ചെയ്യരുത് എന്ന് പറഞ്ഞ ആളുടെ അപ്പൊ നിങ്ങളുടെ മുമ്പിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. 1. 2, വെയിറ്റ് എടുക്കരുത് പറഞ്ഞു. അത് ഞാൻ ഇപ്പോഴും, കാരണം എനിക്ക് വെയിറ്റ് എടുക്കുമ്പോൾ തലവേദനിക്കും. അപ്പൊ അത് കൂടുതൽ വെയിറ്റ് എടുക്കാറില്ല, കുറച്ച് വെയിറ്റ് മാത്രം എടുക്കൂ. അത് ഞാൻ പഠിക്കരുതേ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് മുഴുവൻ പഠിച്ചത് ഞാൻ. അതറിയാം, ബോംബെ യൂണിവേഴ്സിറ്റി, പഞ്ചാബ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഇതിന് ശേഷം മുഴുവൻ പഠിച്ചത്. എൻ്റെ കരിയർ ഞാൻ ബിൽഡ് ചെയ്തത്. മനസ്സിലായി? അതിൻ്റെ അർത്ഥം മെഡിക്കൽ അഡ്വൈസിന് ഏജൻസി പോകണമെന്നല്ലേ ഞാൻ മോശമായ ഇതല്ല പറഞ്ഞത്, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. കാരണം ജീവിക്കാൻ പറ്റില്ലല്ലോ, ജോലിയായിട്ട് എങ്ങനെ ജീവിക്കുക, പഠിക്കണ്ടേ, അതും അത്യാവശ്യമല്ലേ ജോലിക്ക്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്തു. അവസാനത്താണ് രസകരമായ സംഭവം. പോട്ടെ, പഠിപ്പ് പോട്ടെ, ഇതെല്ലാം പോട്ടെ, ടെൻഷൻ എടുക്കരുതേ പറഞ്ഞു. ഈ 25-ാം വയസ്സ് മുതൽ ഈ നിമിഷം വരെ ടെൻഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതാ രസം. ജോലിപരമായിട്ട് അതിഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അത്ര ഫങ്ഷൻ ആയില്ല. ഞാൻ ഗവൺമെന്റിൽ നിന്ന് രാജിവെച്ച് തന്നെ എത്ര വർക്കലോട് താങ്ങാൻ പറ്റാത്തതുകൊണ്ടും, ഹയർ പോസ്റ്റിലെ ഹയർ സാലറിയിലെ എല്ലാ ഫെസിലിറ്റീസ് ഉള്ള സെൻട്രൽ ഗവൺമെന്റിലുള്ള ജോബാണ് ഞാൻ വേണ്ട എന്ന് വെച്ചത്. കാരണം താങ്ങാൻ വയ്യാതെ. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒരു എൻറ്റയർ റിക്രൂട്ട്മെന്റ്, HR, ഇൻഡസ്ട്രിയൽ റിലേഷൻ, യൂണിയൻ, കോർട്ട്, ലെവർ കോർട്ട്, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട് മാറ്റർ, എസ്റ്റാബ്ലിഷ്മെന്റ് ഫംഗ്ഷൻ, ടൈം ഓഫീസ് ഫംഗ്ഷൻ, ട്രാൻസ്പോർട്ട്, എല്ലാ ഓർഗനൈസേഷനും മുഴുവൻ, കാർ, ബസ്, ഇതെല്ലാം സ്റ്റാഫ്, ഇതൊക്കെ അങ്ങനെ. പിന്നെ ദെൻ വെൽഫെയർ ഓഫീസർ, ദെൻ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഓഫീസർ, ഇങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറഞ്ഞത്, ഈ ട്രാവലിംഗ്, കൽക്കട്ട, ബോംബെ, ഹൈദരാബാദ്, ഡൽഹി, ഇങ്ങനെ ചുറ്റടിച്ചിട്ട് ഒരു വിശ്രമമില്ലാതെ ആയി. മാത്രമല്ല, ഇൻഡസ്ട്രിയൽ റിലേഷൻ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇത് വെരി ടഫ് വൺ. കാരണം എന്താ വെച്ചാൽ, നാളെ ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലർ സസ്പെൻഡ് ചെയ്യും, ചില അതേമാതിരി വേറെന്തെങ്കിലും ഡിസ്മിസ് ചെയ്യേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളും. അപ്പം നമുക്ക് അത്ര ഹാപ്പി ഇതല്ലല്ലോ ഇതൊക്കെ. ഒരാളുടെ ജോലി കളയുക, ജോലി പോവുക, അതൊക്കെ ചെയ്തേ പറ്റൂ. കാരണം അവർ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവും, അവർ സസ്പെൻഡ് ചെയ്യുക. ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യുന്ന ആൾ നമ്മുടെ ഏറ്റവും ക്ലോസ് ഫാമിലി ഫ്രണ്ട് ആയിരിക്കും. നിവൃത്തിയില്ല, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞു വെച്ചാൽ, രാത്രി ഞാൻ പറയുന്നത്, 2 പില്ല ചെവിയിൽ വെച്ചിട്ട് ഉറക്കം വരാതെ ടെൻഷൻ കൊണ്ട്, ഓർമ്മിക്കണേ,
ടെൻഷൻ കൊണ്ട് ഉറക്കം വരാതെ 2 പില്ലോ ഇച്ചിരി പില്ലങ്ങനെ വെച്ച് ഒരു അല്ലാണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ മൈൻഡ് പോവും. കാരണം എന്താ, രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ എയർപോർട്ടിൽ നിന്ന് ടെലിഫോൺ വരിക, സാറേ കാർ എത്തിയില്ല, ഞങ്ങൾ ഇവിടെയൊക്കെ നിൽക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ടോപ്പ് ലെവൽ ഡിഗ്നിറ്ററീസ് ഒക്കെ വിളിക്കും. അത് എന്നെ വിളിക്കുക. കാരണം എന്താ വെച്ചാൽ അവർ മറ്റുള്ളവരെ ലോവർ ലെവലിലുള്ളവർ വിളിക്കില്ല. അപ്പൊ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് എന്നെ HR-ന്റെ എന്നെ വിളിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് എനിക്ക് ടെൻഷൻ എടുത്തിട്ട് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ, അതായത് വീട്ടിലത്തെ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും കൂടുതലും പുറമേ ആണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം. അപ്പൊ അത് എനിക്ക് ഇത് എൻ്റെ ബാറ്ററി ആൾമോസ്റ്റ് ഡെഡായി ബ്രെയിനിൽ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം പെട്ടെന്ന് വയ്യ എനിക്ക്. അതോ ഓർക്കണം, ഹയസ്റ്റ് സാലറി, ഹയസ്റ്റ് പൊസിഷൻ, ചാലഞ്ചിങ് പൊസിഷൻ, വെരി ബ്യൂട്ടിഫുൾ പൊസിഷൻ. അല്ലാണ്ട് ഇപ്പൊ എന്നോട് ജോലി ചെയ്യണമെന്നല്ല, ആരും എന്നോട് നിർബന്ധിക്കാൻ ആരുമില്ല, ഐ ആം ദ ഹെഡ്. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തങ്ങളല്ലേ. അപ്പൊ എന്നിട്ട് അവസാനം ഞാൻ റിഫ്യൂസ് ടു ഗീവ്. കാരണം പാടില്ല. പക്ഷെ ഞാൻ ഒന്നും ജീവിതത്തിൽ ഉണ്ടാക്കിയില്ല. പക്ഷെ എങ്കിലും ഞാൻ ഐ വാണ്ടഡ് ടു ടേക്ക്. എന്തിനാണ് രാജിവെക്കണമെന്ന് ചോദിച്ചപ്പോൾ, യുനോ ഇത് നിങ്ങൾക്ക് ലെസൺ ആണ് കേട്ടോ. എന്തിനാണ് രാജിവെക്കണം ചോദിച്ചപ്പോ, ഇതുവരെ എൻ്റെ ബാറ്ററി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തലയിലത്തെ. കുറച്ച് ഇപ്പൊ ആൾമോസ്റ്റ് ഡെഡാണ്. ആ ബാറ്ററി ഒന്ന് റീചാർജ് ചെയ്യട്ടെ. ഒരു 6 മാസം എൻ്റെ വീട്ടിൽ പോയിട്ട്, അത് അടുത്ത് തന്നെയാണ് ഞാൻ കോളനി, അവിടെ പോയിട്ട് ഒന്ന് ഞാൻ എവിടേക്ക് ഒരു ടെലിഫോൺ ഒന്നും അറ്റൻഡ് ചെയ്യാതെ ഫ്രഷ് അതായത് 29-30 കൊല്ലം കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്ത എൻ്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കട്ടെ. 6 മാസം ഞാനൊന്ന് വീട്ടിൽ വിശ്രമം ഒന്ന് എടുക്കട്ടെ. വീട്ടിൽ വിശ്രമം. കാരണം ശനിയാഴ്ചയും പോവും, ഞായറാഴ്ചയും പോവും, സൺറൈസും സൺസെറ്റ് ഒന്നും കാണില്ല ചില സമയത്ത്. അപ്പൊ അങ്ങനെ പല 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 വിഷമങ്ങൾ വന്നിട്ട് ഞാൻ അങ്ങനെ എന്നിട്ട് 6 മാസം ഞാൻ വീട്ടില് ഉറങ്ങി, അല്ലെങ്കിൽ ഞാൻ വിശ്രമെടുത്ത് വളരെ പീസ്ഫുൾ ആയിട്ട് എവിടെയും പോവാതെ ഇരുന്ന് 6-ാമത്തെ മാസം, അതായത് 6 മാസം ഒരു ദിവസം, നെക്സ്റ്റ് ഡേ I saw an advertisement. I went for interview. An interview was scheduled at 1 AM. Senior faculty, okay, of a university, okay. അങ്ങനെ 1 മണിക്ക് ഇന്റർവ്യൂ കഴിഞ്ഞ് 1:10 എന്നോട് ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ല. കാരണം എൻ്റെ ബയോഡാറ്റ കണ്ടു. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് എന്നെ സെലക്ട് ചെയ്യാം. അങ്ങനെയുണ്ട്. അപ്പൊ എന്നാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പറയാൻ എന്തിനാ ഞാൻ ഈ ഹിസ്റ്ററി പറഞ്ഞറിയോ, ടെൻഷൻ എടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ജീവിതത്തിൽ ടെൻഷനൊക്കെ എടുക്കേണ്ടി വരും അല്ലേ. അപ്പൊ ടെൻഷൻ, പക്ഷെ ഒരു കാര്യമുണ്ട്, അത് നമ്മൾ മാനേജ് ചെയ്യണം ചില സമയത്തെ. അതുകൊണ്ട് ചില സമയത്ത് പോയിട്ട് നമുക്ക് ഹെൽത്ത് വളരെ അഫക്റ്റ് ചെയ്യും. അതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കത് സംഭവിച്ചിട്ടുണ്ട്. ഹെൽത്ത് വല്ലാതെ എനിക്ക് താങ്ങാൻ പറ്റാതെ ആകുമ്പോൾ ഹെൽത്ത് ചില സമയത്ത്, പക്ഷെ ഞാൻ ലീവ് ഒന്നും എടുക്കില്ല, അത് വേറെ കാര്യം. അത് കുറച്ച് ചില സമയത്ത് നമുക്ക് തലവേദനയും മറ്റതൊക്കെ വരും. അത് നോക്കുക. അപ്പൊ അത് നമ്മളെ പല പല കാര്യങ്ങളും, ഇപ്പൊ ഹെൽത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോ ഫിസിക്കൽ ആൻഡ് മെന്റൽ. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് കാരണം മെന്റൽ ഹെൽത്ത് ആണ് കേട്ടോ, അല്ലെങ്കിൽ മാനസിക രോഗം അല്ലാതെ ഞാൻ പറയുന്നത്. മാനസികമായിട്ട് നമുക്ക് എല്ലാം, ബ്രെയിനും എല്ലാം നമ്മുടെ ഫങ്ഷൻസ് എല്ലാം പ്രോപ്പർ ആവണമെന്ന് അർത്ഥം. അത്രേ ഉള്ളൂ. So, social policy makers and community members to stay strongly committed to go creating people-centered affordable, അതായത് ജനങ്ങൾക്ക് പറ്റുന്നതും അഫോർഡബിൾ ആയിട്ടും ക്വാളിറ്റി ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യണം. അതന്നെ. അപ്പൊ യുണൈറ്റഡ് നേഷൻസ് നമ്മുടെ അവരും അതേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നും നിലനിൽക്കുന്ന ചിലതിനും പലതുണ്ട്. അപ്പൊ അതിൽ ചില ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അത് വരുന്നുണ്ട്. അപ്പൊ പറയാം. ഗോൾ 3 പറഞ്ഞ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് ദ സിറ്റിസൺ. ഗോൾ 3 പറഞ്ഞ വെൽബീയിങ് ഓഫ് ദ സിറ്റിസൺ. പിന്നെ ഇൻ ദിസ് യൂണിറ്റ് അത് വരുന്നുണ്ട്, ആ സമയത്ത് ഓരോന്നോരോന്ന് പറയാം കേട്ടോ. ഇൻ ദിസ് യൂണിറ്റ് വി ഷാൾ ഡിസ്കസ്. ഐ എം സോറി, കാരണം എനിക്ക് വളരെ നന്നായിട്ട് എടുക്കണം എന്നുണ്ട്, പക്ഷെ ഷെഡ്യൂൾ ചെയ്ത ടൈം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ പലതും കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഐ ക്യാൻ ഗിവ് യു ലോട്ട് ഓഫ് ഇൻപുട്സ് ഫ്രം മൈ വാസ്റ്റ് എക്സ്പീരിയൻസ്. ഓക്കെ. സോ ഏകദേശം half century. I started my career in 1970. 1970. ഇനി ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. അപ്പൊ എത്രയെന്ന്. അപ്പൊ എത്രയോ. അപ്പൊ എനിക്ക് ഒരു ദൈവസഹായം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, ചിലർ വിശ്വസിക്കാത്തവരുണ്ട്, ഞാൻ അവരെ കുറ്റം പറയില്ല. I have got practical and theoretical knowledge. ആൻഡ് അതാണ് പ്രധാനം. അതായത്
നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, അത് നമ്മളെ അപ്ലിക്കേഷൻ, അതാണ് പരമപ്രധാനം. നമ്മൾ MA ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ PhD എടുത്തോട്ടെ, നിങ്ങൾ PhD എന്തെടുത്തിട്ട് നിങ്ങൾ ടീച്ചിങ് എബിലിറ്റിയിലും എന്ത് സ്ഥിതി? നമുക്ക് അങ്ങനെയല്ല, ചാലഞ്ചിങ് ആ സമയം. ഇവിടെ ഒരു പോയിന്റ് നിങ്ങളോട് പറയണ്ട. ഐ തിങ്ക് നിങ്ങൾക്ക് വയസ്സായ ആളുകൾ ഉണ്ടായിരിക്കാം, ചെറുപ്പക്കാരുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞാല് ക്ഷമിക്കണേ. Unless you take challenging roles or jobs or assignment, you cannot grow. Life challenges, shouldering the higher responsibilities is very essential. When you shoulder higher responsibilities, നിങ്ങൾക്ക് പലതും പഠിക്കാൻ പറ്റും. നിങ്ങളെ കിട്ടിയതുകൊണ്ട് സംതൃപ്തിയായിട്ട് അവിടെ ഇരുന്നുണ്ടെങ്കിൽ ഒരു കോർണറിൽ ഇരുന്ന് അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി ഉത്തരവാദിത്വം അല്ലെങ്കിൽ വേറെയും ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളുടെ ബോസ് പറയും, ഓക്കെ, എന്തെങ്കിലും വേക്കൻസി വന്നാൽ ഇവരെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാൻ, അങ്ങനെ വരും. അപ്പൊ ഞാനൊക്കെ ജീവിതത്തിൽ സക്സസ് ആയത് ഈ ഹയർ റെസ്പോൺസിബിലിറ്റി മേപ്പെട്ട്. പക്ഷെ ഉറക്കം ഇതിലെല്ലാം ഒരു പടി സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്, കേട്ടോ. അപ്പൊ ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് അറിവിന് വേണ്ടി വന്നാൽ ഈ ലോകം കാണുന്ന മാതിരിയല്ല. അതിൽ കുറെ ചിലപ്പോ നല്ലതായിരിക്കും, ചില സമയത്ത് കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിപ്പോ ഗവൺമെന്റിലായാലും ശരി, അങ്ങനെ വിചാരിക്കരുത് ഗവൺമെന്റിൽ ഈസിയാണ്. അപ്പൊ ഞാൻ ചെറിയ ഉദാഹരണത്തോടു കൂടി പറയാം. ഒരു ദിവസം രാവിലെ, ഞാൻ സീനിയർ ട്രെയിനിങ് ഓഫീസർ ആയിരുന്നു ഗവൺമെന്റിൽ. ഒരു ദിവസം രാവിലെ ഞാൻ ഓഫീസിൽ പോയപ്പോ, വലിയ പ്ലാന്റാണ്, ഗേറ്റിലെ സെക്യൂരിറ്റി കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ട് എനിക്ക് കൈ തന്നു. നമ്മുടെ പോലീസാണ്. അപ്പൊ എന്തിനാ കൺഗ്രാജുലേഷൻ? സാറ് തമാശ പറയാണ് പറഞ്ഞു എന്നോട്. ഞാൻ കുറച്ച് ശരി, എനിക്ക് എന്നെ എന്തിനാ അഭിനന്ദിക്കണ്? അപ്പൊ അത് കഴിഞ്ഞിട്ട്, അതോ രാത്രി ഞാൻ 8 മണിക്കാണ് പോയത്. ആ സമയത്തൊന്നും കുഴപ്പമില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ ഏർലി മോർണിംഗിൽ വന്നപ്പോൾ ഞാൻ എപ്പോഴും 3/4 മണിക്കൂർ മുമ്പേ ഞാൻ ഓഫീസ് സീറ്റിലെത്തും. വളരെ വളരെ പങ്ക്ച്വലാണ് ഞാൻ, 1 മിനിറ്റ് ലേറ്റ് ആക്കില്ല. അങ്ങനെയാണ് ആ ജീവിതത്തിൽ, അങ്ങനെയാണ് എൻ്റെ ഹാബിറ്റ്. അങ്ങനെയാണ്. ഇവിടെ ഇപ്പം നിങ്ങളുടെ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ 3/4 മണിക്കൂർ മുമ്പേ വന്നിരിക്കുന്നതാണ്. കാരണം 1 മിനിറ്റ് ഞാൻ ലേറ്റ് ആക്കില്ല. അതാണ് എൻ്റെ പങ്ക്ച്വാലിറ്റി. അപ്പൊ എന്താ പറയാന്ന് വെച്ചാൽ, അടുത്തൊരാളെ അതിലൊന്നും എനിക്ക് ക്ഷയിക്കേണ്ടിയിരുന്നു, കണ്ടവർ മുഴുവൻ ക്ഷയിക്കേണ്ടി. എനിക്ക് മാത്രം അറിയില്ല ഇത് എന്തിനാ ക്ഷയിക്കേണ്ടത്. ചോദിച്ചവരൊന്നും പറയുന്നില്ല എന്തിനാ എനിക്ക് ക്ഷയിക്കേണ്ടി വരാന്ന്. എന്തിനാ കൈ പിടിച്ച് ഷെയ്ക്കിങ് ഹാൻഡ്സ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയുന്നില്ല. അവസാനം ഒരാൾ പറഞ്ഞു, സാറേ ഒരു കാര്യം ചെയ്യും, അവിടെ പോയിട്ട് നോട്ടീസ് ബോർഡ് നോക്കുമെന്ന് പറഞ്ഞു. പോരെ, അവിടെ അപ്പൊ വലിയ കുറെ ബിൽഡിങ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഗ്ലാസ് ബിൽഡിംഗ്, കോർപ്പറേറ്റ് ബിൽഡിങ്സ് ഉണ്ട്. അപ്പൊ അവിടെ എൻട്രൻസിൽ വലിയ നോട്ടീസ് ബോർഡ് ഉണ്ട്. അതൊന്ന് സാറ് വായിക്കി പോയിട്ട് നോക്കും. ഞാൻ അവിടെ പോയപ്പോ അന്തം വിട്ടു വായിച്ചപ്പോ. അപ്പൊ അതിന്റെ ഇടയിൽ നാടുകളൊക്കെ കൂടി അഭിനന്ദനം പറഞ്ഞിട്ടൊക്കെ തന്നെ. എനിക്കിത് വായിക്കും തോറും കരച്ചിലും സങ്കടവും തോന്നി. എന്താ കാരണം അറിയാം? 3 or 4 മാനേജറെ സാക്ക് ചെയ്തിട്ട് ആ മാനേജറെ ജോബല്ല എനിക്ക് പറയാം. അത് എൻ്റെ ഡീറസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ മാനേജർ ഉണ്ടെന്നു അയാളെ ജോലിയില്ലാണ്ടാക്കി, പിരിച്ചുവിട്ടില്ല, ഒരു കോർണറിൽ ഇരുത്തി ജോലിയൊന്നും ചെയ്യില്ല പറഞ്ഞിട്ട്. ട്രെയിനിങ് റിക്രൂട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന, പേഴ്സണൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു ഗോൾഡ് മെഡലിസ്റ്റ്, അയാളെ ഒരു സൈഡിലേക്ക് ആക്കി. മനസ്സിലായില്ലേ? ഇൻഡസ്ട്രിയൽ റിലേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, അയാളെ ഒരു സൈഡിലേക്ക് ആക്കി. ഇതൊക്കെ മാനേജേഴ്സാണ്. ഈ ജോബ് എല്ലാം എൻ്റെ കയ്യിൽ വന്നു, പോരെ വലച്ചില്. എനിക്ക് ദേഷ്യവും സങ്കടം ഒക്കെ കൂടി വന്നു. അതൊന്നാമത് എൻ്റെ സുഹൃത്തുക്കളെ സൈഡ് ലൈൻ ചെയ്തു. അതെനിക്ക് ഇഷ്ടമായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവരെ സൈഡ് ലൈൻ ചെയ്തിട്ട് അവരൊക്കെ വളരെ കോമ്പറ്റന്റ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ എനിക്ക് എന്തിനു തന്നു? ഇനി കേട്ടോളൂ. സങ്കടം കൊണ്ട് എൻ്റെ സീറ്റിൽ പോയിട്ട് ക്യാബിനിൽ പോയിട്ടിരുന്നു. അപ്പൊ സീനിയർ ട്രെയിനിങ് ഓഫീസറാണ് ആ സമയം വരെ, കേട്ടോ. ഇത് കണ്ടിട്ട് ഞാൻ അപ്പൊ ഓരോരുത്തർ ക്യാബിനിൽ വന്ന അഭിനന്ദനം പറഞ്ഞു. പക്ഷെ അതൊന്നും ഞാൻ ബോധർ ചെയ്തില്ല. അഭിനന്ദനം എനിക്കത് ഒരു പ്രൊമോഷനായിട്ട് ഞാൻ കരുതിയില്ല. കാരണം എൻ്റെ സുഹൃത്തുക്കളെ സൈഡ് ലൈൻ ചെയ്തു, ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടറെ. എനിക്ക് ആ പോസ്റ്റെല്ലാം തന്ന് അവരും നമ്മളോട് ഒരു അസൂയ, അല്ലെങ്കിൽ ഞാൻ അറിയാത്ത കാര്യമാണ്, അങ്ങനെ സംഭവിക്കും. അവസാനം എന്താണ് അറിയുമോ, എനിക്കൊരു ഗുണം, ചെയർമാൻ്റെ അടുത്ത് എനിക്ക് അപ്പോയിൻമെന്റ് എടുക്കണ്ട, ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്യുള്ളൂ. അപ്പൊ അവിടെ ആരെങ്കിലും ഫോറിനേഴ്സ് ഇല്ല എന്ന് പെട്ടെന്ന് ഒന്നുള്ള പറയും, നോ പ്രോബ്ലം, യുക്കാം. കാരണം ഞാൻ അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു 76 മുതൽ അനവധി വർഷം, 29 കൊല്ലം അസോസിയേഷൻ ഉണ്ടായിരുന്നു അയാളായിട്ട്. ഗ്രേറ്റസ്റ്റ് പേഴ്സണാലിറ്റി. ഓക്കെ, അപ്പോൾ എനിക്ക് അപ്പോയിൻമെന്റ് ഒന്നും എടുക്കണ്ട, ഞാൻ വേഗം പോയിട്ട് അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒന്നും കാണണ്ട. ഞാൻ അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഇന്റർകോമിൽ 1 വേഗം പറഞ്ഞ്, ജസ്റ്റ് സർ, ഐ ജസ്റ്റ് വാണ്ട് ടു മീറ്റ് യു. യെസ് യു ക്യാൻ കം എന്ന് പറഞ്ഞു. 9 മണി, കൃത്യം 9 മണി. ഞാൻ ഉള്ളിൽ പോയി.
അപ്പൊ അയാൾ ഇങ്ങനെ നഖം കടിച്ചിട്ടിരിക്കും, ചെയർമാൻ മാനേജർ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ അവൻ എന്താ സാറേ ചെയ്ത്, വാട്ട് യു ഹാഡ് ഡൺ, എന്ത് അയാളെ പറയാ വാട്ട് എന്നോട് ചോദിക്കാണ്, സാറ് ഈ ഇവരൊക്കെ ചെയ്ത് ആ പോസ്റ്റ് കൊണ്ട് അവരെല്ലാം സൈഡ് ലൈൻ ചെയ്തിട്ട് കോർണറിലേക്ക് യെസ്, ആ ജോബ് എല്ലാം ഞാൻ ചെയ്യണോ യെസ് എന്നോട് യെസ്, മനസ്സിലായോ? അപ്പൊ ഞാൻ ഇതെന്താ സാറേ ഇത്, എനിക്കിപ്പോ ഇത്ര വലിയ ഇത് കംപ്ലീറ്റ് ആയി ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഒക്കെ പല പല ആക്ടുകളാണെന്നോ ഞാൻ കൂടുതലൊന്നും പഠിച്ചിട്ടില്ല, ഇതിനെപ്പറ്റി കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. യെസ് ഐ നോ വെരി വെൽ. അടുത്ത വാക്ക് എന്താണ് പറഞ്ഞത് കേട്ടോളൂ. I never told you that you are so intelligent. I never told that you are so brilliant, better than others. I never told. I have removed them due to certain reasons. They are lacking in sincerity, dedication, loyalty. And I know you are very sincere. I never told you that you are so brilliant and dynamic. No, you are sincere. I am quite confident that you will be able to execute the jobs assigned to you. Remember, for discussing this matter, you should not come to my cabin again. Go and do the job. You can come and meet me to discuss anything else, not this. About this, after 6 months, we will talk, we will meet. Till that time, you can come and meet me, but you can discuss anything else. So like that, I handled. For that, I sacrificed all industrial law, 106 or 8, I think, labor laws, all industrial factory law, industrial dispute act, that, this act, so many things, I learned, and I proved that I'm also equally competent. And for your kind information, much before completing 3 years in that these jobs, I was in charge of many departments, and before completion of 3 years, immediately chairman called me. Now we will discuss something else, and he told me that with the promotion, I am giving you transfer to Hyderabad, which is near to your hometown, and you will be directly reporting to head director, distinguished scientist, that is Dr. Abdul Kalam's laboratory chairman. He was the chairman actually, and like that. And so you go there, and this opportunity you will not get later on. Now vacancies there, go there, and all help. Then I told, sir, my family is here. We will take care of your family. So my daughter is there. Yeah, don't worry. She will. We will take her for tuition. But is +2, +3, another thing, medical. She wanted to do all these things. We will do. You go and join there and enjoy your life, and like that, So when I went there and I took over again, it is HR. It is not a peaceful job actually. So always, So here, what I summary is like that. I learned a lot by way of shouldering higher responsibilities. And when you handle responsibility, you can learn many things, practically, theoretically, and for me, I don't know, thousands of students, and I don't know how many classes I have taken. And for your information, all this, I was principal, regional head of 16 MBA colleges, and I was in charge 4 states in India. All these things, through practical experience, I could do this. These are all challenging. So I was just telling you, these type of things are also, but keep your health also properly, because brain has to function properly. Okay, next. റൈറ്റ് ടു ഹെൽത്ത്, ഇത് ഞാൻ പറഞ്ഞു, അനവധി സ്റ്റേറ്റുകൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അതെന്താണെന്ന് ഞാൻ പറയാം. ഈ ഓരോന്നുണ്ടല്ലോ, അത് ഞാൻ പറയാം കേട്ടോ. നോക്കൂ,
അതും കൂടിയാണ് പറഞ്ഞ. നോക്കൂ, ഇവിടെ SDG 3 എഴുതിയില്ലേ? നോക്കൂ, ഇവിടെ നിന്ന് ഞാൻ പറയട്ടെ. അതായത് ഹെൽത്ത് ചാലഞ്ചസ് ആൻഡ് റിസ്ക് പോസ്ഡ് ബൈ COVID-19. ആൾറെഡി ഞാൻ പറഞ്ഞു, COVID-19 വിമുക്തി നേടിയിട്ടുണ്ടെങ്കിലും ലോങ് ടേം ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. 2 കൊല്ലം കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ട് മരിച്ച ആളുകളുണ്ട്, മനസ്സിലല്ലേ, കോവിഡിന്റെ. അപ്പൊ അതുകൊണ്ട് ലോങ് ടേം എഫക്റ്റ് ആണത്. ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഹാർട്ടിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ലങ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, കിഡ്നി എഫക്ട് ചെയ്യുന്നുണ്ട്. എത്രയോ ആളുകള് മരിച്ചിട്ടുണ്ട്, എത്രയോ. അപ്പോ ഇത് ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം നമുക്ക്. SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗ്രൂപ്പ്സ് ആൻഡ് റിലേറ്റഡ് ഹെൽത്ത് റൈറ്റ്. ഇനി ഹെൽത്ത് റൈറ്റ് വേഗത്തിൽ ഞാൻ പറയാം. ആദ്യം 1, അതായത് എവിടെയത് SDG 1 അല്ലേ? SDG അല്ലേ? യെസ്, SDG 1. എന്താണ് 1 പറഞ്ഞ? നോ പോവർട്ടി. ഞാൻ ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് പറയാം കേട്ടോ, കാരണം ഇത് ടേബിൾ ആണ്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ദേർ. യെസ്, ഇവിടെ ഒന്ന് യെസ്. ഈ പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? റൈറ്റ് ടു സ്റ്റാൻഡേർഡ്, എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി, അതായത് എന്നും നിലനിൽക്കണം, അല്ലാതെ ഇന്ന് ജോലിയുണ്ട് നാളെ ജോലി ഇല്ലെങ്കിലും, അതാണ് പോവർട്ടി. അപ്പൊ അടുത്തത് 2, 0 ഹങ്കർ, അതായത് ആഡ്വക്കേറ്റ് ഫുഡ്, അതിന് 0 ഹങ്കർ. SDG 3 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗ്രൂപ്പ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, അതായത് റൈറ്റ് ടു ലൈഫ്, പർട്ടിക്കുലർലി ജീവിക്കാനുള്ള അവകാശം, particularly of women and children. Okay, right to enjoy the benefit of the scientific progress. ജീവിത നിലവാരം ഉയർത്താം, സയന്റിഫിക് എത്ര ശാസ്ത്രപരമായിട്ടും കൂടിയുണ്ടല്ലോ. Now SDG 6 ക്ലീൻ വാട്ടർ ആൻഡ് പറയേണ്ട ആവശ്യമുണ്ട്, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. ഓക്കെ, പിന്നെ അതിലെ റൈറ്റ് ടു സേഫ് ഡ്രിങ്കിങ് വാട്ടർ, വളരെ ഷോർട്ടേജ് ഉണ്ട് ഇപ്പോൾ. റൈറ്റ് ടു ഹെൽത്ത്, ഈക്വൽ ആക്സസ് ടു വാട്ടർ, വെള്ളം കിട്ടാൻ അത് എവിടെ എക്സസ് ഉള്ളത്, സാനിറ്റേഷൻ. പിന്നെ 12 റെസ്പോൺസിബിൾ, റൈറ്റ് ടു ഹെൽത്ത് ഇൻക്ലൂഡിങ് റൈറ്റ് ടു സേഫ്, അതേമാതിരി ദിസ് റൈറ്റ് ടു ആഡിക്വേറ്റ് ഫുഡ്, റൈറ്റ് ടു സേഫ് ഡ്രിങ്കിങ് വാട്ടർ, അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ SDG 13, അതായത് ക്ലൈമറ്റ് ആക്ഷൻ, റൈറ്റ് ടു ഹെൽത്ത് ഇൻക്ലൂഡിങ് ദ റൈറ്റ് ടു safe, clean, healthy and sustainable development, right to adequate food and right to safe drinking, അതും ഇത് തന്നെയാണ്. SDG 14 life below water, right to health including the right to safe, clean, healthy and sustainable environment, right to adequate food, right to safe drinking water again. And SDG 15 life on land, right to health including the right to safe, clean, healthy and sustainable environment, right to adequate food and right to safe drinking water. Okay, 15. Okay, now ഉണ്ടോ 16 ഉണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ, അതാണ്. ഇനി അടുത്ത് ടാർഗറ്റ് ഗ്രൂപ്പ് SDG 3, അതായത് ഇത് ദി ഗ്ലോബൽ ഗോൾ for health intends to ensure preventive measures, promote healthy lifestyle, quality health. ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ, എല്ലാ നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഇത് ഹോസ്പിറ്റലിലെ ഗവൺമെന്റിന്റെ പല സ്കീം, എല്ലാവർക്കും 60 വയസ്സിലും ഇതായിട്ടുള്ളവർക്ക് ഓരോരുത്തർ പല TB പേഷ്യൻസിനത്, ക്യാൻസർ പേഷ്യൻസിനത്, എത്രയോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അങ്ങനെ പല പണ്ട് ഇതിനൊന്നും സൗകര്യം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അതല്ല. അതുകൊണ്ട് ലൈഫ് എക്സ്പെക്ടൻസി ഹാസ് ഗോൺ അപ്പ് ആൻഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, എത്നിസിറ്റി ആൻഡ് റിലീജിയൻ, ഇൻകം. അപ്പൊ ഇപ്പോ നമ്മുടെ ഇൻകം പൈസ എന്നല്ല, പൈസ ഉള്ളവർക്ക് ഇല്ലാത്തവർക്കും ട്രീറ്റ്മെന്റ് എല്ലാം കിട്ടുന്നുണ്ട്, ഇല്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് മെഡിക്കൽ ഇത് കിട്ടുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, രാജസ്ഥാനിലേക്ക് ഞാൻ കണ്ടു അഡ്വർടൈസ്മെന്റ് ജസ്റ്റ് ലാസ്റ്റ് വീക്ക്, ഫ്രീ എല്ലാത്തിനും സ്കാനിങ്ങും എല്ലാം, സർജറി എല്ലാം ഫ്രീ ആണ് അവരുടെ. അപ്പൊ അത് റൈറ്റ് ടു ഹെൽത്ത് ആണത്. അപ്പൊ ഇത് 3.1 2030 റെഡ്യൂസ് ദ ഗ്ലോബൽ മെറ്റേണൽ, എന്താണ് അറിയോ 3.1, അതായത് ഉദ്ദേശം എന്താ വെച്ചാൽ 2030 ആകുമ്പോഴേക്ക് ഈ പ്രസവ സമയത്ത് മരണം, മനസ്സിലായില്ലേ, അത് പിന്നെ അതിൻ്റെയും റേഷ്യോ ഉണ്ട്. അതായത് നമ്മുടെ ഇതിലുണ്ട്, ടേബിൾ എവിടെ കണ്ടു ഞാൻ. ഓക്കെ, അനവധി ആളുകൾ കണ്ടോ,
എത്രയോ ആളുകളിൽ പിന്നെ ഇത്ര കുട്ടികൾ ജനിക്കുമ്പോൾ ഇത്ര കുട്ടികൾ മരിക്കുന്നു, ഇങ്ങനെയുണ്ട്. അപ്പൊ കേരള, ഐ തിങ്ക് കേരളത്തിലാണ് അധികം, ആസാമിൽ ഏറ്റവും കൂടുതൽ, അത് 1,00,000 ഇത്ര കുട്ടികൾ മരിക്കുന്നു. 230 എന്തുകൊണ്ട് ഇവിടെ ഞാൻ വായിച്ചു തന്നത് എന്താണ് സംതിങ്. അപ്പോൾ പക്ഷെ കേരളത്തിൽ അത് വളരെ കമ്മിയാണ്. അതായത് ജനന സമയത്ത് കുട്ടികൾ മരിക്കുന്നത്, അത് പല കാരണങ്ങളുണ്ട്, ആരോഗ്യപരമായിട്ടും പല കാര്യങ്ങളൊക്കെ ഉണ്ട്. 3.22 ബൈ 2030 പ്രിവെന്റബിൾ ഡെത്ത് ഓഫ് ന്യൂ ബോൺസ് കുട്ടികൾ, ചിൽഡ്രൻ 5 വയസ്സ് വരെ മുമ്പേ മരിക്കുന്നത്. വിത്ത് ഓൾ കൺട്രീസ് എയിമിങ് ടു റെഡ്യൂസ് ന്യൂ ഓക്കെ എന്താ അത് അതായത് നവജാത ശിശു കുറെ മരണമുണ്ട്. ടു അറ്റ്ലീസ്റ്റ് ആസ് ലോ അങ്ങനെ 12% അതിനെ പറ്റിയിട്ടൊക്കെയാണ് നവജാത ശിശുവിന്റെ മരണം. അടുത്ത എപ്പിഡമിക്, എയ്ഡ്, ട്യൂബർക്കുലോസിസ്, ക്ഷയം, മലേറിയ, എയ്ഡ്സ്, അറിയാലോ. ഇതൊക്കെ ഓർക്കണേ. ഈ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ജനിച്ച കുട്ടികളുടെ കഷ്ടമല്ല, അത് പല കാരണങ്ങളാലും വരുന്നതാണ്. അതൊക്കെ എപ്പിഡമിക് ആരെങ്കിലും പറഞ്ഞിട്ട് വരുന്നതാണോ? എപ്പിഡമിക് ട്യൂബർക്കുലോസ് ആരെങ്കിലും പറഞ്ഞിട്ട് വരണം? ട്യൂബർക്കുലോസ് പല വിധത്തിലുണ്ട് കേട്ടോ. ക്ഷയരോഗം തലയ്ക്ക് പോലും ഉണ്ട്, ബ്രെയിന് പോലും ഉണ്ട്, മറക്കരുതേ. മലേറിയ പറയേണ്ട ആവശ്യമില്ലല്ലോ. കൊതുക് ആൻഡ് നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഓരോരോ കാലാവസ്ഥയുടെ ഡിസീസ് ഉണ്ടല്ലോ. മഴ പെയ്യുമ്പോൾ വാട്ടർ ബോൺ ഡിസീസസ്, ചൂട് സമയത്ത് വേറൊരു ഡിസീസ്, സൺസ്ട്രോക്കും മറ്റേതൊക്കെ. അങ്ങനെ ട്രോപ്പിക്കൽ ഡിസീസസ് അങ്ങനെയുണ്ട്. വാട്ടർ ബോൺ ഇതെല്ലാം കോളറ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ. പിന്നെ ആൻഡ് അതർ കമ്മ്യൂണിക്കബിൾ എന്താണ്? ചിക്കൻ പോക്സ്, മറ്റേതൊക്കെ. പണ്ട് സ്മാൾ പോക്സ് ഉണ്ടായിരുന്നു, അതായത് മലേറിയ. അതേമാതിരി ഡെങ്കു ഫീവർ, മറ്റേ ഫീവർ, തക്കാളിപ്പനി, മറ്റേ പനി, പന്നിപ്പനി, മറ്റേ പറഞ്ഞ കുറേ ഉണ്ടല്ലോ. അതൊക്കെ ഇതാണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണിത് കേട്ടോ. അടുത്ത് ബൈ 20 1/3 പ്രിമേച്ചർ മോർട്ടാലിറ്റി. ഇതെല്ലാം കമ്മിയാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ത്രൂ പ്രിവെൻഷൻ. മരുന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് പലതിനും, മലേറിയക്കൊക്കെ. ട്രീറ്റ്മെന്റ് ഓഫ് സസ്റ്റൈൻ അബ്യൂസ് ഇൻക്ലൂഡിങ് നർക്കോട്ടിക് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇവർക്കൊക്കെ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് വെച്ചാൽ അതിൽ നിന്ന് മോക്ഷം നേടാൻ വേണ്ടിയിട്ടൊക്കെ കൗൺസിലിംഗ് എല്ലാം പലതും ഉണ്ട് പരിപാടികൾ. 2020 ഓഫ് ദ നമ്പേഴ്സ് ഓഫ് ഗ്ലോബൽ ഡെത്ത് ആൻഡ് ഇഞ്ചുറി. ഇതും ഇല്ല, ഒരു കഷ്ടമാണ്. റോഡ് ട്രാഫിക് ആക്സിഡന്റ് 4000 ആളുകളിട്ടാണ് ചെറിയ കേരളത്തില് ഒരു കൊല്ലം മരിക്കുന്നത്. പക്ഷെ അതിന്റെ ഒപ്പം ആക്സിഡന്റ് മറ്റേ ഇഞ്ചുറി എത്ര ആക്സിഡന്റ്, ട്രാഫിക് ആക്സിഡന്റ് ഇഞ്ചുറി ഉള്ളവർ മരിക്കുക എന്നുള്ളത് എന്താ കാരണം അറിയോ? കൈ പോയിണ്ടോ, കാല് പോയിണ്ടോ, തലയ്ക്ക് ബ്രെയിൻ അഫക്ട് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് കാരണം അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, വീൽ ചെയറിൽ ഇരിക്കേണ്ടി വരും ഈ മരിക്കാത്തവര്, അതും കൂടി ഉണ്ട്. അപ്പോ ഇത് പലതും നെഗ്ലിജൻസ്. അത് ഞാൻ ഒന്ന് പറയട്ടെ, കാരണം ഇത് ആരെങ്കിലും യങ് ആയിട്ടുള്ള ആളുകളുണ്ട്, ശ്രദ്ധിക്കണേ. ഞാൻ ഇരിക്കുന്ന ഈ ക്ലാസ് എടുക്കുന്ന, ഞാൻ ഇത് കഴിഞ്ഞാൽ പോകുന്ന ഏതാനും മീറ്റർ നമ്മുടെ, ഞാൻ റീജിയണൽ സെന്ററാണ്, മീറ്ററിന്റെ അപ്പുറം ജസ്റ്റ് 1 മിനിറ്റ് 2 മിനിറ്റ് നടന്ന ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. അവിടെ ഒരു മോട്ടോർ സൈക്കിൾ വെച്ചിട്ടുണ്ട്. ഒരു ട്രാഫിക് ആക്സിഡന്റിൽ മരിച്ച ഒരു കുട്ടിയുടെയാണ്. ആൺകുട്ടിയെ പെൺകുട്ടിയെ ആൺകുട്ടിയായിരിക്കും, കാരണം മോട്ടോർ സൈക്കിളാണ്. ഒരു മോട്ടോർ സൈക്കിൾ ചാരി വെച്ചിട്ടുണ്ട്. അനവധി, ഞാൻ ഇപ്പൊ 1-2 വർഷമായ മോട്ടോർ സൈക്കിളിൽ കാണും. പക്ഷേ അതിൽ എഴുതി വിവരിച്ചിട്ടുണ്ട്, ഐ ലവ് മൈ ഡാഡി എന്ന് വെച്ചാൽ ആ ട്രാഫിക് ജംഗ്ഷനിൽ വെച്ച് മരിച്ച കുട്ടിയാണ്. മനസ്സിലായോ? പക്ഷെ അതിൽ എഴുതിയിട്ടുണ്ട്, ഐ ലവ് മൈ ഡാഡി. അത് കണ്ട് ഞാൻ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ പുറത്തു കൂടെ പോകണം. ജസ്റ്റ് ഇവിടെ തൊട്ടടുത്താണ്. അത് ഞാൻ ഇപ്പൊ 2 കൊല്ലമായി ഞാനത് കാണാൻ വിഷമം തോന്നി എനിക്കത്. അങ്ങനെ ഇവിടെ നമ്മുടെ ഒരു ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, മുഴുവൻ മോട്ടോർ സൈക്കിള് ആണ് കൊണ്ടുവച്ചിരുന്നത് മരണത്തിന്റെ. ഇഞ്ചേർഡായിട്ടും. എന്താ കാരണം അറിയോ? മരിച്ചതിന് ശേഷം ആ മോട്ടോർ സൈക്കിൾ പേരൻസ് ക്ലെയിം ചെയ്യില്ല. അത് കാരണം എന്താ പറയുക, ആ മോട്ടോർ സൈക്കിൾ കണ്ട അമ്മയ്ക്കും അച്ഛനും പിന്നെ ബോധക്ഷയായിരിക്കും. എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിന് മുമ്പിൽ തന്നെ ഒരു കുട്ടി 20 വയസ്സിൽ ആക്സിഡന്റിൽ മരിച്ചു, കോളേജിൽ പോകുമ്പോൾ മോട്ടോർ സൈക്കിൾ എടുത്തിട്ട്. ആ മോട്ടോർ സൈക്കിൾ അവർ വീട്ടിൽ കൊണ്ടുവന്നില്ല. അപ്പൊ അങ്ങനെ പോലീസ് സ്റ്റേഷൻ കൊണ്ടിട്ടതെല്ലാം അത് എടുക്കല്ലേ ചിലപ്പോൾ അച്ഛനും അമ്മയും കാണാൻ വയ്യ. കാണുമ്പോൾ നമുക്ക് പിന്നെ അപ്പുറത്തെ, കാരണം ചിലപ്പോൾ ഒരു കുട്ടിയാണ് ഉണ്ടാവുക, ആ കുട്ടിയാണ് മരിച്ചെന്ന്. അപ്പൊ അവർക്ക് മോട്ടോർ സൈക്കിളെ വലുത്, കുട്ടിയെ വലുത്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം നമ്മളെ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത്, ഈ സമയം ഇതുണ്ടെങ്കിലും ഞാനൊന്ന് പറയട്ടെ, കാരണം ഇത് പറഞ്ഞേ പറ്റൂ. നമ്മുടെ ആഗ്രഹങ്ങൾ പലതാണ്.
ഇതിൽ രക്ഷിതാക്കന്മാരും ഈക്വലി റെസ്പോൺസിബിൾ ആണ്, മക്കളും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. കാരണം നീ 10ാം ക്ലാസ് പാസ്സായ നിനക്ക് ഞാൻ ഇത് വാങ്ങിത്തരാം, +2 പാസ്സായ നിനക്ക് സ്കൂട്ടർ വാങ്ങിത്തരാം, അതേമാതിരി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിത്തരാം എന്നുള്ള പ്രോമിസിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ചോദിക്കുക, പപ്പ നിങ്ങൾ പറയണ്ടായിരുന്നല്ലോ ഇത് തരം മേടിച്ചു തരാമെന്ന്. അപ്പോൾ ആദ്യം ചിലപ്പോൾ സൈക്കിളായിരിക്കും, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്കൂട്ടറായിരിക്കും, അത് കഴിഞ്ഞിട്ട് മോട്ടോർ സൈക്കിൾ. പക്ഷേ ഡിയർ ലേണേഴ്സ്, ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു, നിങ്ങൾ വാങ്ങുന്ന മോട്ടോർ സൈക്കിൾ ഹൈ പവേർഡ് ആയിരിക്കും, ചിലത് വളരെ കോസ്റ്റ്ലി ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ സ്കെൽട്ടൺ നിങ്ങളുടെ ബോഡി ആയിരിക്കും, നിങ്ങൾ അതിൽ ഇരുന്നിട്ട് ഡ്രൈവ് ചെയ്യണേ, എടുത്ത് എറിയും. നിങ്ങൾ ഹൈ സ്പീഡിലാണ് പോണ സമയത്ത് നിങ്ങൾ വെയിറ്റും ഇല്ല, യാതൊന്നുമില്ല. കൊച്ചു കുട്ടികൾ ഈ മരണം, ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ 23 വയസ്സിൽ താഴെ അല്ലെങ്കിൽ 25 വയസ്സിൽ താഴെയാണ് മാക്സിമം മരിക്കുന്നത് കോളേജിൽ പോകുന്ന കുട്ടികൾ. ചിലപ്പോൾ അവര് തെറ്റാവില്ല, ചിലപ്പോൾ മറ്റുള്ള വാഹനം ഒന്നും എടുത്തിട്ടുണ്ടായിരിക്കും. ഞാൻ ഇപ്പം അവരുടെ കുട്ടികളല്ല, അവരുടെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഹെൽമെറ്റ് വേണിച്ച ട്രാഫിക് റെഗുലേഷൻസ് എല്ലാം പാലിച്ച്. ഒരുത്തൻ ഒരു റീസെൻ്റ് ആയിട്ടൊരു സംഭവം പറഞ്ഞു. വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി മുഴുവൻ ഇരുന്നിട്ട് വേൾഡ് കപ്പ് കണ്ടു. പിറ്റേ ദിവസം രാവിലെ അവൻ്റെ വണ്ടി കാർ ഓടിച്ചിട്ട് വന്നു. കാർ ഓടിച്ച് വന്ന സമയത്ത് റെഡ് സിഗ്നലാണ്, ഹെവി നമ്മുടെ ട്രാഫിക്കുള്ള സ്ഥലത്ത് റെഡ് സിഗ്നലിന് മൂപ്പര സിഗ്നലും കൂട്ടാതെ അങ്ങോട്ട് പോയി. ദാ വന്നു, പിന്നെ അപ്പുറത്ത് വന്ന് ഒരു വണ്ടി ഇടിച്ച് പപ്പടാക്കി. അതിന് ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പം പോയിട്ട് എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇവരെ കാണാൻ പോയപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടിരുന്ന ഒരു റൂമിൽ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ തനിക്ക് പറ്റിയതേ? എന്താ പറഞ്ഞറിയാം, വേൾഡ് കപ്പ് കണ്ട് ഇത് ഫുട്ബോളാ കേട്ടോ. മറ്റേ ഞാൻ അങ്ങോട്ട് ഡൈവ് ചെയ്താണ്. ഞാനും ഫുട്ബോളിൻ്റെ പ്രിയം വളരെയധികം ഇതാണുള്ളത് എനിക്ക്. അതേമാതിരി മെസ്സി ആയിക്കോട്ടെ മറ്റുള്ളവരൊക്കെ ചെയ്ത മാതിരി ഞാൻ ഡൈവ് ചെയ്താണ് പറഞ്ഞത്. ആ ട്രാഫിക്കിന് ഗ്രീൻ സിഗ്നൽ കണ്ടപ്പോൾ റെഡ് സിഗ്നൽ ഞാൻ ഗ്രീനാണ് വിചാരിച്ച അങ്ങോട്ട് പോയിന്ന്. അവസാനം എന്തായി, പപ്പടം മാതിരി വണ്ടി പൊട്ടി, അവൻ്റെ കാലൊടിഞ്ഞു. ഇപ്പോഴും അതിൽ ഇരുമ്പ് കമ്പിയിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്. ഇങ്ങനെയൊക്കെ പല പരിപാടികളുണ്ട്. അപ്പോൾ ട്രാഫിക് ആക്സിഡന്റ് വളരെ കൂടുതലാണ് പല സ്ഥലങ്ങളിലും. അത് നമ്മൾ പക്ഷെ അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ വളഞ്ഞ റോഡ് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാതെ, നമ്മുടെ നെഗ്ലിജൻസ്, ട്രാഫിക് പ്രോബ്ലംസ്, അങ്ങനെയൊക്കെ പല പല കാരണങ്ങൾ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ യൂണിവേഴ്സൽ ആക്സസ് ടു സെക്സൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ സർവീസ്, ഇതൊക്കെ ഫെർട്ടിലിറ്റി, ഇതിനൊക്കെ പറ്റിയിട്ടാണത്. സ്ത്രീകളുടെ മറ്റേതൊക്കെ പ്ലാനിങ്, ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻറ്റിഗ്രേഷൻ ഓഫ് പ്രൊഡക്റ്റീവ് ഹെൽത്ത്. നല്ല ഹെൽത്ത് കാരണം എന്താ പറയുക, ഹെൽത്തുള്ള ആരോഗ്യമുള്ള ആളുകൾക്കല്ലേ ഹെൽത്തി കുട്ടികളുണ്ടാവും, ബേബി. അവരല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ നാളത്തെ സിറ്റിസൺ. അവർ ഹെൽത്തി സിറ്റിസൺ ഈസ് റിക്വയർഡ്. അല്ലാണ്ട് സൂക്കട് പിടിച്ച ആളുകൾ മാത്രമല്ലല്ലോ. നമ്മുടെ കോങ്കോയിലോ നമ്മുടെ നൈജീരിയയിലോ കാണുന്ന ചില സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാനില്ല, അത് അങ്ങനെയല്ലല്ലോ. നല്ല ഹെൽത്തി ശരീരത്തിൽ നിന്നാണ് ഹെൽത്തി ബേബി ജനിക്കുന്നത്. അപ്പം നാഷണൽ സ്ട്രാറ്റജി, അപ്പോൾ അത് യൂണിവേഴ്സൽ ഹെൽത്ത് കവർ. അപ്പോൾ ഇപ്പോൾ ഇൻഷുറൻസ് കവറേജ് ഒക്കെ ഉണ്ട്, അതെല്ലാം നോക്കുക. പിന്നെ സേഫ്, കളക്റ്റീവ്, ക്വാളിറ്റി, അഫോർഡബിൾ, എസെൻഷ്യൽ. പിന്നെ മരുന്ന് വളരെ എസെൻഷ്യൽ. പിന്നെ ഇപ്പോൾ മരുന്ന് എല്ലാ വിധത്തിലുള്ള മരുന്നുണ്ട്. അപ്പോൾ പല വിധത്തിലുള്ള, പക്ഷേ കൂടുതൽ മരുന്ന് കഴിക്കാതിരിക്കുക. കാരണം അത് കെമിക്കലിൻ്റെ ചില റിയാക്ഷൻസും ചിലതുണ്ടാവും. പക്ഷേ ചിലത് അത്യാവശ്യമായ മരുന്നുകൾ മാത്രം കഴിക്കുക. കഴിക്കേണ്ടത് കഴിക്കുക, പക്ഷെ അതനുസരിച്ച് പ്രോപ്പറായിട്ട് കഴിക്കുക. ഇന്ന് കഴിച്ചു നാളെ കഴിക്കില്ല, അങ്ങനെയല്ല. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ആ മരുന്ന് കഴിക്കുക കേട്ടോ. വാക്സിൻ അതും ചില എടുക്കേണ്ട സമയത്ത് എടുക്കണം. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോളിയോ എടുത്തില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പോളിയോ ഇപ്പോൾ ഇറാഡിക്കേറ്റ് ചെയ്താണ് ഇന്ത്യയിൽ നിന്ന്. അതിനെന്താ കാരണം? നമ്മൾ പ്രോപ്പറായി എഫക്റ്റീവിലായിട്ട് നമ്മളത് ചെയ്തു. ഈവൻ നമ്മുടെ ലിപ്രസി, അതുമാതിരി നമ്മുടെ മലേറിയ, ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ഓൾമോസ്റ്റ് ഇറാഡിക്കേറ്റ് ചെയ്തു. അത് നമ്മുടെ കഴിവാണ്. ഹെൽത്ത് വളരെയധികം നമ്മൾ ഇതാണ്. പിന്നെ ഇതിങ്ങനെ ഓരോന്ന് സബ്സ്റ്റാൻസ് റെഡ്യൂസ് നമ്പർ ഓഫ് ഡെത്ത്, അങ്ങനെ മരണം, ഹസാർഡസ് കെമിക്കൽ പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം എന്താ ഞാൻ പറഞ്ഞ കെമിക്കലിന്, നമ്മുടെ വായുവിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ. എങ്ങനെയാ കെമിക്കൽ? നമ്മുടെ വാഹനങ്ങളിൽ നിന്ന് പുക പോകുന്നില്ലേ? പ്ലെയിൻ ഇത് ടേക്ക് ഓഫും ലാൻഡിങ് ടൈമിൽ പോകുന്നില്ലേ? ഞങ്ങളുടെ ആകാശത്തിലേക്കല്ലേ പോകണം. അതല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ റോഡിൽ കൂടെ നടക്കുമ്പോൾ വണ്ടിയുടെ, ട്രക്ക്, കാറ്, മോട്ടോർ സൈക്കിള്, ഇതിൻ്റെ എല്ലാം നമ്മൾ ശ്വസിക്കുന്നത്. എവിടേക്കാണ് പോകുന്നത്? വാട്ടർ, സോയിൽ, പൊല്യൂഷൻ, കണ്ടാമിനേഷൻ,
മണ്ണിലേക്കൊക്കെയല്ലേ ഇത് പോകുന്നത് കംപ്ലീറ്റ്, നമ്മൾ ഒഴുക്കി വിടുന്നത്. പിന്നെ സ്ട്രെങ്തൻ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പല ഗൈഡ് ലൈൻസ് ഉണ്ട്. ടുബാക്കോ കൺട്രോൾ അത് ഒരുവിധം കൺട്രോൾ ചെയ്ത് വരികയാണ്. പക്ഷേ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടില്ല. ഡെയിലി കാണാം ഇവിടെ അത്ര പിടിച്ചു, ടുബാക്കോ ഇത്ര പിടിച്ചു, എന്നിട്ട് എവിടെ പോയി എന്ന് ദൈവത്തിന് മാത്രം അറിയും. നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൽ ഇത്ര സ്വർണം പിടിച്ചു, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇത്ര സ്വർണം പിടിച്ചു, ഈ പിടിച്ചത് എവിടെ പോയി എന്ന് ദൈവത്തിന് പോലും അറിയില്ല ചില സമയത്ത്, മനസ്സിലായോ? അതേമാതിരി ടുബാക്കോ, അതേമാതിരി പല മറ്റുള്ള ഡ്രഗ്സ്, അത് കഴിഞ്ഞിട്ട് എന്താണ് എന്നെങ്കിലും കാണാൻ കത്തിച്ചളയുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെയാണ്. അതോ പിന്നീട് അത് യൂസ് ചെയ്യുന്നുണ്ടോ, എന്താ ചെയ്യുന്ന ഒന്നും അറിയുന്നില്ല. കമ്മ്യൂണിക്കബിൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അത്. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിതൊക്കെ വയലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ റൂള്. എന്താ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ചെയ്യാത്ത? ഈ ഗൾഫ് കൺട്രീസിലൊക്കെ പോയിട്ട് നിങ്ങളൊന്ന് റൂൾ, ഒരു ട്രാഫിക് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ചില സമയത്ത് വെടിവെച്ചു കൊല്ലും അവര്, മനസ്സിലായില്ലേ? ഡെത്ത് പെനാൽറ്റി എന്താണെന്ന് അറിയില്ലേ അവിടെ. അപ്പൊ ചില സമയത്ത് ഹാർഷായിട്ടുള്ളതുണ്ടെങ്കിൽ ആണ് ആളുകൾ അനുസരിക്കൂ, മനസ്സിലായില്ലേ? ചെയ്യരുത് എന്ന് പറ ചെയ്യും. അപ്പൊ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ടേ ചിലപ്പോ. അപ്പൊ നമ്മുടെ റൂൾസ്, ചിലർക്ക് റൂൾസ് ഇല്ല, അറിയാലോ നമ്മൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെ അത് പാടില്ല. റൂൾസ് എല്ലാവരും ബാധ്യ ഇതാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ട്. ഹെൽത്ത്, പിന്നെ അതുപരി പല ഹെൽത്തിന്റെ നമ്മുടെ നോക്കൂ, ഓരോരോ കമ്പനികളിലെ പല ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, മെഡിക്കൽ റീംബേഴ്സ്മെന്റ്, മെഡിക്കൽ അലവൻസ് ഉണ്ട്. ഇതൊക്കെ റിക്രൂട്ട്മെന്റ്, ഡെവലപ്മെന്റ്, ഇവർക്കൊക്കെ അതേമാതിരി ഡെവലപ്മെന്റും മറ്റേതൊക്കെ റിക്രൂട്ട്മെന്റ്, ഹെൽത്ത് വർക്ക്. പിന്നെ ഹെൽത്ത് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഓർക്കണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം പ്രോപ്പറായിട്ട്. ഇഞ്ചക്ഷൻ എങ്ങനെ കൊടുക്കണേ, വീട്ടിൽ പോയിട്ട് കൊടുക്കണം, ഇതൊക്കെ. എസ്പെഷ്യലി ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്, സ്മോൾ ഐലൻഡ്, അവിടേക്ക് കാരണം പല ട്രെയിനിങ് കൊടുത്തിട്ടാണ് മാലി, ലക്ഷദ്വീപ്, ഇതേമാതിരിയുള്ള സ്ഥലത്ത്, അണ്ടമാൻ നിക്കോബാർ, അവര് അവിടെ ഓരോരോ വിധത്തിലുള്ള അവരെ ട്രെയിൻ ചെയ്തിട്ട് പറഞ്ഞേക്കണം. അതൊക്കെയാണ് അത്. വാണിങ്, റിസ്ക് റിഡക്ഷൻ, ഇതൊക്കെയാണ്. അപ്പോ കീ പോളിസി പ്രിൻസിപ്പിൾസ്, ഇന്ത്യൻ കോണ്ടാക്ട്, നാഷണൽ ഹെൽത്ത് പോളിസി, 2017 ഹെൽത്ത് പോളിസി വന്നിട്ടുണ്ട്. ഹെൽത്ത്, അതിലെ ഈക്വിറ്റി, അഫോർഡബിലിറ്റി, പ്രൊഫഷണലിസം. ഡോക്ടറായ പോരാ, ജീവൻ കൊടുക്കാനുള്ള കഴിവ് വേണം, ജീവൻ എടുക്കാനുള്ളതല്ല. ഇന്റഗ്രിറ്റി വേണം ഏത് പ്രൊഫഷനും, സത്യസന്ധത ഏത് പ്രൊഫഷനും. ആൻഡ് എത്തിക്സ് വേണ്ട. എത്തിക്സ് ഇന്നലെ ഒരു ഇൻസിഡന്റ് ഞാൻ ഇതിൽ പറയാൻ പറ്റില്ലാത്തതാണ്. എത്തിക്സ് എന്താണ് പ്രൊഫഷണലിസം? ഇന്നലെ കണ്ടു നമ്മുടെ ഒരു തെറ്റിദ്ധരിക്കാതെ വേറെ ആരെങ്കിലും രാഷ്ട്രീയപരമായിട്ടല്ല പറയുന്നത്, എത്തിക്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്നെ ഒപ്പോസ് ചെയ്യരുതേ, പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഒരു ഇതുമില്ല. ഐ ആം നോട്ട് അഫിലിയേറ്റഡ് ടു എനി പാർട്ടി ഓർ എനിത്തിങ്. ഇംപാർഷ്യലാണ് ഞാൻ, കേട്ടോ. എത്തിക്സിനെ പറ്റി ഇന്ന് ഒറ്റ ഉദാഹരണം. ഇന്നലെ രാത്രി ആരും അറിയാതെ ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ്, നമ്മുടെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് റിട്ടയറായി. അയാൾക്ക് ഒരു പാർട്ടി കൊടുത്തു. നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, സ്റ്റേറ്റ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ചീഫ് മിനിസ്റ്ററും എവിടെ? 6 സ്റ്റാർ 7 സ്റ്റാർ ഏതോ ഹോട്ടലാണത്, ലീല ഹോട്ടൽസ്, നമ്മുടെ ക്യാപ്റ്റൻ ഇപ്പൊ രവി പിള്ളയുടെ അവിടെ നമ്മുടെ ചീഫ് ജസ്റ്റിസിന് പാർട്ടി കൊടുത്തു. ചീഫ് മിനിസ്റ്ററും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ഒക്കെ എല്ലാവരും സന്നിഹിതരായിരുന്നു. Then where is it your ethics? എന്തുകൊണ്ട് അങ്ങനെ നടന്നിട്ടില്ല ഇതുവരെ? നിങ്ങൾ ചെയ്യുക, ഹൈക്കോടതിയിൽ നടക്കും. അവര് നമ്മൾ ഈ ഹോട്ടലിൽ 6 സ്റ്റാർ 5 സ്റ്റാർ 6 സ്റ്റാർ ഹോട്ടലൊന്നും ജഡ്ജസിന് ഇത് ചെയ്യാൻ പാടില്ല. അതിനു മുമ്പേ ഒരാൾ കണ്ട് ഇഫ്താർ പാർട്ടിയിൽ സംഘടിച്ചത്, അതെല്ലാം എത്തിച്ചിന് തെറ്റാണ്. രാഷ്ട്രീയല്ലേ ഞാൻ പറയുന്നത്, തെറ്റ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുക, ജീവൻ എടുക്കലല്ല. ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഇതാണ് പ്രൊഫഷണലിസം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞാൽ ടു മെയിൻറ്റെയിൻ ദി അക്കൗണ്ട്സ് ഇൻ എ ട്രാൻസ്പെറന്റ് വേ, നോട്ട് ചീറ്റിംഗ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. മനസ്സിലല്ലേ? ഇതാണ് എത്തിക്സ്. ഒരു ലോയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കക്ഷിക്ക് വേണ്ടി നിങ്ങൾ നുണ പറയുമ്പോഴും പക്ഷെ മറ്റേ കക്ഷിയെ ഉപദ്രവിക്കാതിരിക്കുക, അവരെയും ജീവിക്കാൻ അനുവദിക്കണം. അതാണ് എത്തിക്സ്. ലോയറാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാർട്ടിയെ നിങ്ങൾ പക്ഷേ മറ്റുള്ള അഫക്റ്റ്, മറ്റുള്ളവർക്കും കൂടുതൽ നിങ്ങൾ മറ്റുള്ള ഒരു പാർട്ടിയെ സേവ് ചെയ്യുന്ന സമയത്ത് മറ്റേ പാർട്ടി നിങ്ങളെ പാതാളത്തിലേക്ക് ചവിട്ടി തേക്കരുത്. ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഫഷണലിസം കാണിക്കുന്നത്. ഒക്കെ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. ഈക്വിറ്റി, അഫോർഡബിലിറ്റി, പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് ചെലവാക്കാൻ നമുക്ക് നമ്മുടെ കാശും വേണ്ടേ. അഫോർഡബിലിറ്റി,
സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അവിടെ പോയിട്ട് നമുക്കിപ്പോൾ 2 ലക്ഷം 3 ലക്ഷം അങ്ങോട്ട് വേണം പറഞ്ഞാൽ ഹാർട്ട് സാർ 25 ലക്ഷമൊക്കെയാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, മറ്റേ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ. അപ്പോൾ 20 ലക്ഷം 25 ലക്ഷം എവിടുന്ന് കിട്ടും കാശ്? ഇൻഷുറൻസിനായ 2 ലക്ഷം എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. പിന്നെ യൂണിവേഴ്സാലിറ്റി, പേഷ്യന്റ് സെൻട്രിക്, അക്കൗണ്ടബിലിറ്റി, ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡീസെൻട്രലൈസേഷൻ, പവർ, ഡൈനാമിസം ആൻഡ് അഡാപ്റ്റബിലിറ്റി, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്ത്രീകളുടെ സുരക്ഷ, പ്രസവരക്ഷ, കുട്ടികളുടെ ഇഞ്ചക്ഷൻ പ്രോപ്പറായിട്ട് അവർക്ക് ഇതൊക്കെ ഉണ്ട്. അവർക്ക് ചില സ്ഥലങ്ങളിൽ ഇത് അവൈലബിൾ അല്ല. അതാണ് ജനാനി പറഞ്ഞ സ്ത്രീയാണ് സുരക്ഷാ യോജന. അടുത്ത ഇമ്മ്യൂണൈസേഷൻ പറഞ്ഞ ഇഞ്ചക്ഷൻ, കവറേജ് ഫോർ ചിൽഡ്രൻ, എക്സാമ്പിൾ കുട്ടികൾക്കൊക്കെ. ഇന്ദ്രധനുഷ് ഒരു മിനിറ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ. യെസ്, ജനാനി ഇമ്മ്യൂണൈസേഷൻ ചിൽഡ്രൻ പറഞ്ഞു. ഇന്ദ്രധനുഷ് പറഞ്ഞ എന്താണ്? അതായത് കുട്ടികൾ 2 വയസ്സ് മുതൽ അതുമാതിരി പ്രഗ്നന്റ് ആയ ലേഡീസിന് വാക്സിനേഷൻ, അതായത് അനവധി, അതായത് നമ്മുടെ പല പല ഡിസ്ട്രിക്റ്റിലും, വളരെ ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റിലൊക്കെ ഈ മിഷൻ പ്രകാരം ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഓക്കെ. ട്യൂബർകുലോസിസ് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ഇന്ത്യ ഫ്രീ ആയിട്ടുണ്ട് ഇവിടുന്ന്. ക്ഷയം ഏകദേശം നമ്മൾ ഇതായിട്ടുണ്ട്. പിന്നെ നശ മുക്തി പറയേണ്ട ആവശ്യമില്ലല്ലോ, അതും നമ്മുടെ ഏകദേശം ഡ്രഗിന്റെ ഇതാണെന്ന് പറയുന്നത്. പ്രിവെൻഷൻ ഓഫ് മലേറിയ, അത് ആൾറെഡി നമ്മുടെ മലേറിയ ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എയിംസ് കൺസേൺ ഹൈലൈറ്റ്സ് ഓൺ സ്റ്റണ്ടിങ്. ഒരു മിനിറ്റ്, എവിടേത്? മുരടിപ്പ്. ചിലപ്പോഴേ നമ്മുടെ ചില സമയത്ത് ന്യൂട്രീഷൻ നല്ല ഇതില്ലാതെ, ആരോഗ്യമില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് മുരടിപ്പ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ അത് വേസ്റ്റിംഗ്, അനാമിയ, അതുണ്ട് ചില സമയത്ത്. അറിയില്ലോ അത് അനാമിയ പറഞ്ഞ അത് അസുഖങ്ങള്. പിന്നെ വേൾഡ് ഹെൽത്ത് അസംബ്ലി ഉണ്ട്. അപ്പോൾ the National Nutrition Mission continues to play an important role in India's endeavor against malnutrition. India needs to know accelerate action on multiple fronts. The projections are optimistic and will need to be readjusted. അപ്പോൾ COVID-19 ശേഷം വളരെ ശ്രദ്ധാപൂർവ്വം നമ്മളെ ഇന്ത്യയിലെ നമ്മൾ ശ്രദ്ധിക്കണം ന്യൂട്രീഷൻ, ആളുകൾക്ക് ഹെൽത്ത്, അതൊക്കെ. പിന്നെ നമ്മുടെ പോഷൺ പറഞ്ഞ ആഹാര ഇതിന്റെ ന്യൂട്രീഷ്യസ് ഫുഡ്, അതേപോലെ കുട്ടികൾക്കൊക്കെ മുട്ട കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് സ്കൂളിൽ. അപ്പൊ അതിനൊക്കെ ഉണ്ട്. പിന്നെ 4 pillars ഓഫ് മിഷൻ, ടെക്നോളജി, കൺവർജൻ, ബിഹേവിയർ ചേഞ്ച്. നമ്മുടെ സ്വഭാവം മാറ്റണം. ചില സമയത്ത് മാറ്റങ്ങൾ വരണം. ചില മുട്ട തിന്നാൻ, ചിക്കൻ തിന്നാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ പാടില്ല, കഴിക്കരുത്. തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് ആൾസോ റിക്വയർസ് റിന്യൂവ്ഡ് ഫോക്കസ് ഓൺ അതർ സോഷ്യൽ അഡീഷൻ. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞ മാതിരി, ഹെൽത്ത് മിഷനിൽ പറഞ്ഞ മാതിരി അതേ പ്രകാരം നമ്മളെ ചെയ്യുക. ഓക്കെ. കാരണം ഇതിനു വേണ്ടി ആശാ വർക്കേഴ്സ് ഉണ്ട്. അറിയാലോ നിങ്ങൾക്ക്. ആശാ വർക്കേഴ്സും നമ്മുടെ പ്രയോജനത്തിനും നമ്മുടെ വളരെ നല്ല ഇതാണ് അവർ ചെയ്യുന്നത്. യെസ്, ഓക്കെ. SIM, സിവിയർ ആക്യൂട്ട് മൽന്യൂട്രീഷൻ, ICD, ഇന്റിഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, WHO പറഞ്ഞ വേൾഡ് ഹെൽത്ത് അസംബ്ലി. ഓക്കെ. പിന്നെ യെസ്, അതെ. ഓക്കെ. നൗ ഇവിടെ പറയാനുള്ളത് അവർ ഹെൽത്ത് ബീയിങ് എ പ്രിയോറിറ്റി. ഹെൽത്ത് ബീയിങ് എ നാഷണൽ ഹെൽത്ത് കമ്മീഷന്റെ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജിന്റെ. അപ്പൊ ഏറ്റവും പ്രയോജനപ്പെട്ട നമ്മുടെ ഹെൽത്ത് ബീയിങ് എ പ്രിയോറിറ്റിയാണ്. ബോത്ത് സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് എല്ലാവരും അതെ ഹെൽത്തിനെ പറ്റിയിട്ട്, ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം, അവിടെ വാക്സിനേഷൻ അതൊക്കെ വളരെ കം ടുഗദർ, അങ്ങനെ നല്ല ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേമാതിരി MDG significantly contributed strengthen the treatment and preventive health care across the globe, എല്ലായിടത്തും. അതേ പ്രകാരം however it could not meet the health targets comprehensively due to country specific. ചിലയിടത്തെ രാജ്യങ്ങളുടെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഇതായതുകൊണ്ട് ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഓരോ രാജ്യങ്ങൾക്ക്. In this regard, SDG Sustainable Development Group have set its global goals in terms of health, thus making every government design policies for its population. അപ്പോൾ ജനസംഖ്യ അനുസരിച്ച് പോളിസി ഉണ്ടാക്കണം. So according to WHO 2017, to achieve the overall health goal, we need to establish universal health coverage. എല്ലാവർക്കും ഹെൽത്ത് വേണം, കവറേജ് വേണം, and access to quality health care, quality with a mission that none ആരും വിട്ടുപോകരുത്. അങ്ങനെ the road map has been devised and the onus now is on ഗവൺമെന്റിനും എല്ലാവർക്കും to strengthen the ties with various stakeholders. എല്ലാവരോടും കൂടി ഇന്ററാക്ട് ചെയ്ത് ഹെൽപ്പ്, ഗവൺമെന്റ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ്,
ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിക്കോട്ടെ, എല്ലാ സിറ്റിസന്റെയും ഹെൽത്ത് നമ്മളെ എൻഷുർ ചെയ്ത് എന്നാൽ മാത്രമേ ഹെൽത്തി സിറ്റിസനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അവരുടെ ബ്രെയിൻ ആണ് ഹ്യൂമൻ റിസോഴ്സസ്. Their brain is very essential. We require skilled workers for the development of the country. Thank you very much. Okay.